ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കൊല്ലം സുധീരോടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും. ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ. ഇനിയിപ്പം ആള് ഞാനും തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ, എനിക്ക് യാതൊരുവിധ നാണക്കേടുമില്ല, ഒന്നുമില്ല. കാരണം കൊല്ലം സുധീര കൂടെയല്ലേ എനിക്ക് വിഷയം. ഇതൊക്കെ കുറച്ച് സംസ്കാരം പഠിക്കണം. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധമില്ലാണ്ട് ഇങ്ങനെ തരം താഴ്ന്നു പോകേണ്ട കാര്യമില്ല. ഇത്രയും തരം താഴേണ്ട കാര്യമില്ല. ഇപ്പൊ ഒരു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി മരിച്ച് മണ്ണടിഞ്ഞു പോവുകയും ചെയ്തു. അയാളെ കുറിച്ചുള്ള ചരിത്രങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതും ഈ ഒരു വ്യക്തി കാരണമാണ് അയാളെ കുറിച്ചിട്ടുള്ള ചരിത്രങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് നാണമില്ലേ സത്യം പറഞ്ഞാല്? ഇവർക്കൊരു മകനുണ്ടെന്ന് പറയുന്നത്, കിച്ചു ഒരു മകനാണെന്ന് പറയുന്നുണ്ട്. ഇവർക്ക് ആ ഒരു മകൻ ഉണ്ടെന്ന് പറഞ്ഞ ആ ഒരു ആത്മാർത്ഥതയോടെയാണ് പറയുന്നതെങ്കിൽ ഇവർ ഈ ഒരു പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു വേർഡ് ഉപയോഗിക്കുമോ? ഒരിക്കലും ആരും ഉപയോഗിക്കാത്ത വേർഡാണ് ഇവരിപ്പോൾ ഉപയോഗിച്ചത്. എന്ത് സാഹചര്യത്തിലാണെങ്കിലും ഇവർ ഈ ഒരു കാര്യം ഇവിടെ പ്രസന്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ലായിരുന്നു. എന്തിന്റെ ആവശ്യത്തിനാണ്? ഇവർക്ക് നാറിക്കൊണ്ടിരിക്കാം. കാരണം വെച്ചാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ അത്രയും പച്ച കള്ളങ്ങളാണ്. അത് പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരുമ്പോഴും മനസ്സിലാവും. കാരണം ആൾക്കാർ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവർക്ക് പൊടുന്നതിന് ദേഷ്യം വരുന്ന പ്രകൃതമാണ് കാണുന്നത്. അപ്പം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? സത്യമായി ആ ഒരു സുധി എന്ന് പറയുന്ന അയാളുടെ ആ ഒരു വീട്ടുകാരെയാണ് നാണം കെടുത്തുന്നത്, ആ ഒരു മകനെ നാണം കെടുത്തുന്നുണ്ട്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. ഇവർക്ക് മനസ്സിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും അറിയുന്നില്ല. ഇവര് ബോധമില്ലാണ്ട് അങ്ങനത്തെ എന്തോ കൈവിട്ട ആയുധം വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ്. അവസാനം ആരുമില്ലാണ്ട് ഇവർ ഒറ്റയ്ക്കാവേണ്ട ഒരു സ്ഥിതി വരാണ്ടിരുന്നാലും കൊള്ളാം. കാരണം ഈ കാണുന്ന ഒന്നും ശാശ്വതമായിരിക്കത്തില്ല. അത് ഏത് നിമിഷം നമുക്ക് ഇല്ലാണ്ടായി പോകാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ അഹങ്കാരം അത് കുറച്ചെങ്കിലും ഒതുക്കിയിട്ട് നിന്നാലേ കുറച്ച് നാൾ നമുക്ക് നല്ലതുപോലെ പോകാം. അത്രയ്ക്കേ ഉള്ളൂ.